പാലക്കാട്ട് നിന്ന് ഇന്നെത്തിയ വാർത്ത അതീവ ഗുരുതരമായ ഗൗരവമേറിയ ഒരു വാർത്തയാണ്. വോട്ടെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ BJPയെ പ്രതിരോധത്തിലാക്കി പാലക്കാട് വോട്ടിന് പണവും സാരിയും നൽകിയെന്ന ആരോപണം ഉയരുകയാണ്. NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രന് ഒപ്പം ഉണ്ടായിരുന്നവർ വോട്ടറുടെ കൈമടക്കിൽ പണം വച്ച് നൽകുന്ന ദൃശ്യങ്ങളാണ് കോൺഗ്രസ് പുറത്തുവിട്ടത്. നമുക്ക് ആദ്യം ആ ദൃശ്യങ്ങളൊന്ന് കാണാം. കണ്ണാടി മേഖലയിലാണ് സംഭവം. 5000 രൂപയാണ് നൽകിയതെന്നാണ് കോൺഗ്രസ് പ്രവർത്തകരുടെ ആരോപണം. ആ പ്രതികരണത്തിലേക്ക് കൂടി. തൊട്ടടുത്തൊരു മരണ വീട്ടിലേക്ക് വന്നതാണ്. അത് കഴിഞ്ഞ് അവർ തിരിച്ചു പോകുന്ന സമയത്താണ് ഈ അമ്മയെ കാണുന്നത്. അമ്മയെ കണ്ട് അമ്മയോട് സംസാരിക്കുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ ആളുകൾ പുറകിൽ വന്ന് നോക്കുമ്പോൾ പൈസ 5000 രൂപ അവരുടെ കയ്യിൽ കൊടുക്കുകയാണ്. ശോഭാ സുരേന്ദ്രൻ്റെ കൂടെ വന്നൊരു വേറൊരു സ്ത്രീ പണം നൽകി മടങ്ങുന്നതിനിടെ കുറച്ചൊരു 100 മീറ്റർ അപ്പുറം വെച്ചാണ് ഈ വണ്ടി തടഞ്ഞ് ആ വീഡിയോ മൊബൈൽ ഫോൺ എടുത്ത വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു വാക്കുതർക്കം നൽകിയത്. കുറേ ദിവസങ്ങളായിട്ട് ഈ പ്രദേശങ്ങളിലൊക്കെ വ്യാപകമായി പൈസ കൊടുക്കുന്നുള്ള അറിവ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ നമ്മളൊരു തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ഇത്തരം കാര്യങ്ങൾ തെളിവുകളില്ലാതെ അടിസ്ഥാനരഹിതമായിട്ട് ആരോപിക്കുന്നത് ശരിയല്ല എന്നുള്ളതുകൊണ്ടാണ് ഇന്ന് വന്ന് കൃത്യമായിട്ട് തെളിവുകളോടുകൂടി നമ്മൾ വീഡിയോ എടുക്കുന്ന സാഹചര്യം ഉണ്ടായി. ഇപ്പോൾ അവർ അന്വേഷിച്ച് പറയാൻ കഴിഞ്ഞാൽ നമ്മൾ അവരെ തട്ടിക്കയറുകയും ഭീഷണിപ്പെടുത്തുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. ഒരു തരത്തിൽ അത്തരത്തിലൊരു തെളിവുകളുണ്ടെങ്കിൽ ഞങ്ങൾ അവർ പറയുന്നത് പോലെ കേൾക്കാൻ തയ്യാറാണ്. ദൃശ്യങ്ങൾ ചിത്രീകരിക്കാൻ ശ്രമിച്ചവരെ ശോഭാ സുരേന്ദ്രൻ ഭീഷണിപ്പെടുത്തുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നു. എന്റെ മൊബൈലിൽ ബഹുമാനത്തോട് കാണാണ്. അങ്ങനെയല്ല പറഞ്ഞു. നിങ്ങൾ വന്നത് എന്റെ കാറിന്റെ മൊബൈൽ തട്ടിപ്പറിക്കാൻ നോക്കി. എന്റെ മൊബൈൽ തട്ടിപ്പറിക്കാൻ നോക്കി. മൊബൈൽ തട്ടിപ്പറിക്കാൻ നോക്കി. നിങ്ങൾക്ക് അത് ചെയ്യേണ്ട കാര്യമില്ല. ബഹുമാനം നമ്മൾ അങ്ങേയറ്റം ബഹുമാനമുള്ളതാണ്. അല്ല, നിങ്ങൾ ആദ്യം വന്നിട്ട് നിങ്ങൾ ആദ്യം പറഞ്ഞിട്ട് വോട്ട് ചോദിച്ചു വന്നവരുടെ 5000 രൂപ ആവശ്യപ്പെട്ടിരുന്നുവെന്നും പണം കൈപ്പറ്റിയെന്നും ദൃശ്യങ്ങളുടെ വയോധിക ആദ്യം പ്രതികരിച്ചു. എന്നാൽ തൊട്ടു പിന്നാലെ പണം ലഭിച്ചില്ലെന്ന് തിരുത്തി. എനിക്ക് മരുന്ന് വാങ്ങാൻ പണിക്കും പോകണില്ല. മരുന്ന് വാങ്ങാൻ പൈസയില്ല. ഒരു മാസം 5000 വേണം മരുന്നിന്. അമ്മ ചോദിച്ചു അവരോട് പൈസ വേണം പറഞ്ഞു. ഇന്ന് തന്നെയാണ് ചോദിച്ചത്. അപ്പൊ തന്നെ 5000 രൂപ തന്നു. തന്നല്ലോ. ചോദിച്ചു തരാൻ പറഞ്ഞു. വിരായിരി പഞ്ചായത്തിൽ വോട്ടേഴ്സിന് BJP സാരി വിതരണം ചെയ്തെന്ന ആരോപണവും ഉയരുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിഷയത്തിൽ ഇടപെട്ടു. പാലക്കാട് ജില്ലാ കളക്ടറോട് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ റിപ്പോർട്ടും തേടി. സംഭവം അതീവ ഗുരുതരമായിട്ടുള്ള ഒരു സാഹചര്യമാണ്. പാലക്കാടിന്റെ ശീലങ്ങളെ മാറ്റാൻ ശ്രമിക്കുകയാണ്. മാറാത്തത് ഇനി മാറും എന്ന് പറഞ്ഞത് ഇതൊക്കെയാണ്. ആളുകൾ രാഷ്ട്രീയ ബോധം കൊണ്ടും സ്ഥാനാർത്ഥികളോടും മറ്റുമുള്ള സ്നേഹം കൊണ്ട് വോട്ട് ചെയ്യുന്നത് പൈസ കൊണ്ട് മാറ്റാൻ പറ്റൂ എന്നുള്ളതാണ് ശ്രമിക്കുന്നത്. പാലക്കാട് മാറില്ല, രാഷ്ട്രീയമായി മാറില്ല. ഇത്തരം ദുശീലങ്ങളിലേക്ക് ചെന്ന് ചാടുകയില്ല. ഒരു സംശയക്കാര്യത്തിൽ വേണ്ട. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശക്തമായ നടപടികൾ സ്വീകരിക്കണം. BJP കമ്മീഷൻ അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഇതിൽ അയോഗ്യത ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉറപ്പായിട്ടും ചെയ്യണം. ഞാൻ ആവർത്തിച്ച് പറയുന്നത് അവരുടെ പണത്തെയും തിരസ്കരിക്കും, പിന്നെ ഈ BJPയെയും പാലക്കാട് തിരസ്കരിക്കും. സ്ഥാനാർത്ഥി തന്നെ നേരിട്ട് അതിന് നേതൃത്വം നൽകുകൂടെ ചെയ്യുക എന്ന് പറയുമ്പോൾ അതിൻ്റെ ഗൗരവം വർദ്ധിക്കുക. എല്ലാവർക്കും പൈസ കൊടുക്കുന്ന തരത്തിലുള്ള, പക്ഷേ കൃത്യമായൊരു തെളിവില്ലായിരുന്നു. ഈ തെളിവ് കിട്ടുന്നുള്ളതായിരുന്നു. ഇന്ന് തെളിവ് കിട്ടി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ജനാധിപത്യ വ്യവസ്ഥയിൽ എങ്ങനെ അംഗീകരിക്കുക? പൈസ കൊടുത്ത് വോട്ട് വാങ്ങിക്കുക എന്നൊക്കെ പറയുന്നത് ഏറ്റവും മോശമായ കാര്യമല്ല. ഇതിൻ്റെ വസ്തുതകൾ പരിശോധിച്ചിട്ട് LDF പരാതിയുമായി മുന്നോട്ട് പോകുന്നു. ദിവസങ്ങളായിട്ട് പോകുന്ന കല്യാണ വീടുകളിലും മരണ വീടുകളിലൊക്കെ കൊടുത്തു എന്ന് പ്രവർത്തകർ പറയാറുണ്ട്. ഇത് ഒരിക്കലും എന്തായാലും ഒരിക്കലും അകപ്പെടുന്നുള്ള കാര്യം ഉറപ്പായിരുന്നു. അത് ഇന്ന് ഇങ്ങനത്തെ ഒരു അവസരത്തിൽ അകപ്പെട്ടു.
ഷാരിഖ് നിവാസ് ഉണ്ട് പാലക്കാട്. ഷാരിഖ്, ജനം വോട്ട് രേഖപ്പെടുത്താൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ വെറും ഒരു വാക്കാരോപണമല്ല, ദൃശ്യങ്ങളടക്കമുള്ള ആരോപണങ്ങളാണ്. നോട്ടായാലും സാരിയാണെങ്കിലും എന്താണ് അവിടെയുള്ള നിലവിലെ രാഷ്ട്രീയ സ്ഥിതി? സംഭവത്തിൽ നടപടികൾ എങ്ങനെയൊക്കെയാണ്? ആരൊക്കെയാണ് റിപ്പോർട്ട് തേടിയിരിക്കുന്നത്? സുഹേൽ, സ്മിത, ഇപ്പോൾ അല്പസമയത്തിനകം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ മാധ്യമങ്ങളെ കണ്ട് പ്രതികരിക്കും. എന്താണെന്ന് നടന്നത് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ അവർ ഇതിൽ പ്രതികരിക്കേണ്ടതുണ്ട്. അത്തരത്തിൽ അവർ ആരോപണം തിരിച്ചുന്നയിച്ചത് കോൺഗ്രസ് പ്രവർത്തകർ തന്നെ ആക്രമിക്കാൻ ശ്രമിച്ചു, വഴി തടഞ്ഞു എന്നുൾപ്പെടെയാണ് അവർ നേരത്തെ പ്രതികരിച്ചെന്ന് BJP ക്യാമ്പ് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദീകരണം നൽകിയത്. എന്നാൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആദ്യമായാണ് ശോഭാ സുരേന്ദ്രൻ മാധ്യമങ്ങളെ നേരിൽ കാണുന്നത്. അപ്പോൾ അല്പസമയത്തിനകം ആ വാർത്താ സമ്മേളനം ഉണ്ടാവും. ഇന്ന് രാവിലെ 11 മണിയോടെയാണ് കണ്ണാടി മേഖലയിൽ ദേവു എന്ന വയോധികയായ ഒരു സ്ത്രീക്ക്, 72 വയസ്സുള്ള സ്ത്രീക്ക് NDA പ്രവർത്തകർ, അതായത് ശോഭാ സുരേന്ദ്രൻ ആദ്യം ആ വീട്ടിൽ ചെന്നു വോട്ട് അഭ്യർത്ഥിച്ചു. അതിനുശേഷം മടങ്ങവെയാണ് കൂടെയുണ്ടായിരുന്ന NDA പ്രവർത്തകയായ ഒരു വെള്ള ചുരിദാറിട്ട ഒരു സ്ത്രീ ഇവർക്ക് കൈമടക്കായി 5000 രൂപ നൽകിയെന്ന ആരോപണം കോൺഗ്രസ് പറയുന്നത്. അതിന് തെളിവുകളായി ദൃശ്യങ്ങളും പുറത്തുവിട്ടു. 5000 രൂപയാണ് നൽകിയത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആ അമ്മയോട് നമ്മൾ മാധ്യമങ്ങൾ പ്രതികരണം തേടിയിരുന്നു. അമ്മ ആദ്യം ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായി തനിക്ക് ശോഭാ സുരേന്ദ്രൻ പണം നൽകിയെന്നും അതുപോലെ തന്നെ ഒരു മാസത്തെ മരുന്നിനാവശ്യമായ പണമായ 5000 രൂപയാണ് നൽകിയതെന്ന് ഉൾപ്പെടെയുള്ള കാര്യം പറഞ്ഞു. എന്നാൽ മകൻ തൊട്ടടുത്തുണ്ടായിരുന്നു. മകന്റെ ഇടപെടലിന് ശേഷം അമ്മ അത് മാറ്റി പറയുകയുണ്ടായി. ഇതുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടറുടെ നിർദ്ദേശത്തെ തുടർന്ന് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ, ഫ്ലൈയിങ് സ്ക്വാഡ് ഉൾപ്പെടെയുള്ള തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ ഈ വീട്ടിലെത്തി മൊഴി രേഖപ്പെടുത്തി, പ്രാഥമികമായ മൊഴി രേഖപ്പെടുത്തുകയാണ് ഉണ്ടായത്. ഈ പണം കയ്യിൽ വെച്ച് കൊടുക്കുന്ന ആൾ ഈ പറഞ്ഞ BJP സ്ക്വാഡിലുള്ള ആളാണോ? ആ പറയുന്ന ഈ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്ന ആളെ കുറിച്ച് വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടോ? സുഹൈൽ, ഇതിൽ കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നത് ഈ മണ്ഡലത്തിൽ നിന്നുള്ള ഒരു പ്രവർത്തക തന്നെ അല്ല ഇവർ. ഇതിനു മുൻപ് ഈ BJPയിലെ പ്രാദേശിക നേതൃത്വവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തകയല്ല ഇവർ. കോൺഗ്രസ് പ്രവർത്തകർക്ക് ഇവരെ കണ്ട പരിചയമില്ല എന്നാണ് കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് അവരെ കുറിച്ചുള്ള വിവരങ്ങൾ ശരിക്കും ലഭ്യമല്ല. കാരണം മണ്ഡലത്തിൽ നിന്ന് പുറത്തുള്ളവർ തിരഞ്ഞെടുപ്പ് നടക്കുന്ന തലേ ദിവസം മണ്ഡലത്തിൽ, അതായത് ആ ജില്ലയിൽ തന്നെ തുടരാൻ പാടില്ല എന്നാണ് തിരഞ്ഞെടുപ്പിന്റെ ചട്ടം. അത്തരത്തിൽ ആ ചട്ടം ഉൾപ്പെടെ ലംഘിച്ചാണ് ഇവർ ഇതിൽ പ്രവർത്തിച്ചത് എന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പുറത്തു വരുന്നത്. കാരണം ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അത്തരം പ്രവർത്തകരോ അല്ലെങ്കിൽ അതിന്റെ അനുഭാവികളോ അല്ലെങ്കിൽ മറ്റുള്ള ജില്ലക്കാരോ ആ ജില്ലയിൽ തുടരാൻ പാടില്ല. അത്തരത്തിൽ BJP NDA പ്രവർത്തകർക്കൊപ്പമാണ് ഇവർ വോട്ട് ചോദിക്കുമ്പോൾ സ്ഥാനാർത്ഥിക്കൊപ്പം എത്തുകയും അതുപോലെ തന്നെ കൈമടക്കായി പണം നൽകുകയും ആ പണം നൽകുന്നത് ഉൾപ്പെടെയുള്ള ദൃശ്യങ്ങളാണ് കോൺഗ്രസ് പുറത്തുവിട്ടതും. എന്തായാലും കോൺഗ്രസ് ഇതുമായി ബന്ധപ്പെട്ട് വരണാധികാരി കൂടിയായ RDOക്ക് പരാതി നൽകിയിട്ടുണ്ട് ഈ വിഷയത്തിലും. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം രായരി പഞ്ചായത്തിലെ കല്ലേക്കാട് മേഖലയിൽ സാരി വിതരണം വ്യാപകമായി നടന്നതിന് ഉൾപ്പെടെയുള്ളതിൽ കോൺഗ്രസ് പരാതി നൽകിയിട്ടുണ്ട്. എന്തായാലും കോൺഗ്രസ് ഇതിൽ എത്തരത്തിൽ നടപടിയെടുക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഉള്ളത്. എന്തായാലും കൊട്ടിക്കലാശം കഴിഞ്ഞാൽ ടെറിട്ടറി തന്നെ വിട്ടുപോകണമെന്നാണ് നിയമം. അപ്പൊ ഈ പണം കൊടുത്ത ആളെ ആ പ്രദേശവാസികളോ മണ്ഡലത്തിൽ ആരും കണ്ടിട്ടില്ല. അത് ആരാണെന്ന് മനസ്സിലാകണം. അപ്പം ശോഭയുടെ നിർണായകമായ വാർത്താ സമ്മേളനം കൂടി വരാനുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.